വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. റോമൻ ചക്രവർത്തിയായിരുന്ന നീറോ AD 64 നടത്തിയ പീഡനം മൂലം ചിതറിപ്പോയ വിശ്വാസികളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ലേഖനമാണ് പത്രോസിൻ്റെ ലേഖനം. ഈ ലേഖനം ആരംഭിക്കുന്നത് രക്തസാക്ഷികൾക്കും പീഡിപ്പിക്കപ്പെട്ടവർക്കും ലഭിക്കുന്ന അവകാശത്തെ ഓർപ്പിച്ചുകൊണ്ടാണ്. അതായത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശം ദൈവം അവർക്കായി ഒരുക്കിയിരിക്കുന്നു എന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ അവകാശം പ്രാപിക്കുന്നതിനായിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. 1 പത്രോസ് 1:5. അതുകൊണ്ട് പീഡനത്തിൽ നിരാശപ്പെടേണ്ടതില്ല എന്ന് ഈ ലേഖനത്തിൽ കൂടി പത്രോസ് ഓർപ്പിക്കുന്നു. അതോടൊപ്പം വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികൾ പാലിക്കേണ്ട 3 സംഗതികൾ കൂടി ഇവിടെ പറയുന്നുണ്ട്. 1 പത്രോസ് 2:1. വിശ്വാസി തന്നിലുള്ള സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളയണം. നീക്കിക്കളയുക എന്ന പദത്തിന് വളരെ അർത്ഥപുഷ്ടിയുണ്ട്. അതായത് ശരീരത്തിൽ നിന്ന് മലിന വസ്ത്രം ഊരി മാറ്റുന്നത് പോലെ ജീവിതത്തിലെ ദുഷ്ടതകളെ ഉപേക്ഷിക്കണം. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന അനേകരിലും ഈ വിധത്തിലുള്ള ദുഷ്ടതകൾ മറഞ്ഞ് കിടപ്പുണ്ട്. ചിലപ്പോഴൊക്കെ അവ പുറത്തു ചാടും. ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്ന അവസ്ഥ നമ്മിലും ഉണ്ടായിട്ടില്ലേ? മനോരമയിൽ വന്ന ഒരു ചിന്താവിഷയത്തിൻ്റെ ടൈറ്റിൽ പരദൂഷണം എന്ന ക്രൂരവിനോദം എന്നായിരുന്നു. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്: മോട്ടോർ വാഹനങ്ങൾ ഇടിച്ചു വീഴ്ത്തി അപായപ്പെടുത്തുന്നവരുടെ സംഖ്യകൾ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ പരദൂഷണം മൂലം കശാപ്പ് ചെയ്യപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ സംഖ്യ അതിലും എത്രയോ വലുതാണ്. ചാട്ടയുടെ പ്രഹരം ശരീരത്തിൽ വടുക്കൾ സൃഷ്ടിക്കുന്നു, എന്നാൽ നാവിൻ്റെ പ്രഹരം അസ്ഥികളെപ്പോലും തകർക്കുന്നു. ചിലപ്പോഴെങ്കിലും വിശ്വാസികളായ നമ്മിലും ഈ ദുഷ്ട പ്രവണത ഉണ്ടായിട്ടില്ലേ? അവരുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്നവർ കൊല ചെയ്യരുത് എന്ന കർത്താവിൻ്റെ കൽപ്പനയെ ലംഘിക്കുന്നു. അതുകൊണ്ട് നാം അറിയാതെ തന്നെ നമ്മിൽ നിന്ന് പുറത്തു വരുന്ന ദുഷ്ടപ്രവൃത്തികളെ ഉപേക്ഷിക്കണം. കർത്താവ് പറഞ്ഞത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാ നമ്മെ അശുദ്ധമാക്കുന്നത്. 1 പത്രോസ് 2:3. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. നാം ശിശുക്കളെ പോലെ ആകണം. ശിശുക്കളിൽ ദുഷ്ടതയോ ചതിവോ നുണയോ ഒന്നുമില്ല. അവർ നിഷ്കളങ്കരാണ്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അതായത് ഒന്നാമത് നാം ശിശുവിൻ്റെ മനോഭാവമുള്ളവരാകണം. അതോടൊപ്പം രണ്ടാമത് മായമില്ലാത്ത വചനമാകുന്ന പാൽ കുടിക്കണം. മായമില്ലാത്ത പാൽ എന്നത് പതിരും മണ്ണും പൊടിയും എല്ലാം പാറ്റിക്കളഞ്ഞ ഗോതമ്പിന് തുല്യം എന്ന അർത്ഥമാണ്. വചനത്തിൽ ഒരു പതിരും പൊടിയും ഇല്ല. ആ വചനത്താൽ നാം ദിനംതോറും പരിപോഷിപ്പിക്കപ്പെടണം. ആദിമസഭയിൽ സ്നാനമേൽക്കുന്ന വിശ്വാസിക്ക് സ്നാനത്തെ തുടർന്ന് വെള്ള വസ്ത്രവും പാലും കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. രക്ഷയിലേക്കുള്ള വളർച്ചയിൽ എപ്പോഴും അനുഭവമാക്കേണ്ട ഒന്നാണ് വചനമാകുന്ന പാൽ എന്നതാ ഇതിന് അർത്ഥമാക്കിയിരിക്കുന്നത്. ഒരു വിശ്വാസിക്കും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഒക്കില്ല. ദൈവ ഇഷ്ടപ്രകാരം മാത്രമേ ജീവിക്കുവാൻ കഴിയൂ. ദൈവ ഇഷ്ടം അറിയുന്നത് ദൈവവചനത്തിൽ കൂടിയാ. അതുകൊണ്ട് ഓരോ വിശ്വാസിയും ദിനംതോറും വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനത്തിൽ കൂടി കർത്താവ് സംസാരിക്കുന്നത് കേൾക്കണം. നമ്മുടെ ജീവിതം എപ്രകാരം ക്രമീകരിക്കണം എന്ന് വചനം നമ്മെ പഠിപ്പിക്കും. അതോടൊപ്പം വചനം നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. 1 പത്രോസ് 2:5. നാം ആത്മീയഗ്രഹമായി പണിയപ്പെടണം. ആത്മീയഗ്രഹം പണിയുന്നതിന് നാം ജീവനുള്ള കല്ലുകളായി തീരണം. ലിവിങ് സ്റ്റോൺ. അതിന് ജീവൻ നൽകുന്ന യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. യേശു പുനരുത്ഥാനവും ജീവനുമാണ്. അവനിൽ നിന്ന് പ്രാപിക്കുന്ന ജീവൻ നമ്മെ ജീവനുള്ള കല്ലുകളാക്കി തീർക്കുകയും ആത്മീയഗ്രഹത്തിൻ്റെ പണിക്കായി നമ്മെ ഉപയോഗിക്കുകയും ചെയ്യും. അതായത് മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർന്ന് ജീവനുള്ള കല്ലുകളായി നമ്മെ ചേർത്ത് ആത്മീയ ഗ്രഹം പണിയും.
ജീവനുള്ള കല്ലുകൾ ചേർത്ത് പണിയുക എന്നത് കൂട്ടായ്മയുടെ അനുഭവത്തെ സൂചിപ്പിക്കുന്നത്. വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൂട്ടായ്മ. കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്നവർ ആത്മീയ ഗ്രഹത്തിൻ്റെ പണിയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആദിമസഭയെക്കുറിച്ച് പറയുന്നത്, അവർ അപ്പസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥിച്ചു എന്ന പ്രവൃത്തി 2:42. ഒരു ഭവനം പണിയുന്നതിന് കല്ലും ഇഷ്ടികയും വേണ്ടതുപോലെ ആത്മീയ ഗ്രഹം പണിയുന്നതിന് ജീവനുള്ള കല്ലുകളായ നമ്മെ കർത്താവിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മിൽ നിന്ന് സകല ദുഷ്ടതകളെയും നീക്കിക്കളയാം. ദിനംതോറും ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം, വചനത്തിൽ വളരാം. കൂട്ടായ്മയുടെ അനുഭവത്തിൽ പങ്കുചേർന്ന് ആത്മീയ ഗ്രഹമായി തീരാം. കർത്താവേ, സ്വർഗത്തിൽ എനിക്കായി ഒരുക്കിയിരിക്കുന്ന അവകാശം പ്രാപിപ്പാനായി വചനത്താൽ എന്നെ നിയന്ത്രിക്കണമേ. ആമേൻ.